ഈ എന്താണ് കോൺഗ്രസിൽ CPM-ലേക്ക് വരുമ്പോൾ ഇൻകമിംഗ് ആണെങ്കിൽ പ്രശ്നമില്ല, ഔട്ട് ഗോയിങ് ആണോ പ്രശ്നം? അതൊരു ചോദ്യമാണ്. ഇപ്പൊ നോക്കൂ, പി സരിൻ എന്ന വ്യക്തി, അദ്ദേഹത്തോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്, പി സരിൻ എന്ന വ്യക്തി ഈ പാലക്കാട് 2024 നിയമസഭാ ഇലക്ഷന്റെ തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹത്തിന് സീറ്റില്ലാന്ന് കാണുമ്പോൾ എല്ലാ ഓപ്ഷനും ഓപ്പൺ ആണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പ്രസ് ക്ലബിൽ പോയി നേരെ CPM ചേരായിരുന്നു. എന്തിനാണ്? ചമ്പാരൻ സമരത്തിൽ പോകാനല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ല, സീറ്റിനാണ്. ഡയറക്റ്റ് സീറ്റ്, ഡയറക്റ്റ് ഇലക്ഷൻ. കെ വി തോമസിന് കിട്ടാത്ത പദവി ഏതാണ്? കെ വി തോമസ് കോൺഗ്രസിന് അകന്നത് ഏത് കോൺടെക്സ്റ്റിലാണ്? ലോക്സഭയിലേക്ക് ഒരിക്കൽ കൂടി എറണാകുളത്ത് സീറ്റില്ലെന്ന് വന്നപ്പോഴാണ്. ഇതൊക്കെ നയപരമായും തന്ത്രപരമായ ശരികളും ഐഷ പോറ്റി ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും വർഗവഞ്ചക. ഇതെങ്ങനെ ദഹിക്കും? അയ്യപ്പദാസ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ആകെ തകിടം പറയുമല്ലോ. കേരളത്തിലെ സഖാക്കളുടെ ആകെ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിങ്ങൾ നൽകുന്ന തലക്കെട്ടുകൾ, നിങ്ങൾ നിങ്ങളുടെ വ്യൂവർഷിപ്പിനെ മുൻകൂട്ടി കണ്ട് നിങ്ങൾ നിങ്ങളുടെ TRP റേറ്റിംഗിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്ന തലക്കെട്ടുകളാണ് കേരളത്തിലെ അടിമകളെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളൊരു ആശ്വാസം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എല്ലാ പരാതികളും കോടതിയിലെത്തിക്കഴിഞ്ഞാൽ പരാതികളൊക്കെ ചീറ്റിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. പിന്നെ ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ രാഹുലിനെ അങ്ങനെയാക്കി, രാഹുലിനെ ഇങ്ങനെയാക്കി, രാഹുൽ ക്രൂരനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന തലക്കെട്ടുകൾക്കനുസരിച്ച് ഒരു ആശ്വാസം കണ്ടെത്താൻ മാത്രമേ അടിമകൾക്ക് സാധിക്കുന്നുള്ളൂ. അതിനിടയിൽ കൂടി അയ്യപ്പദാസിനെ പോലെയുള്ള മനോരമ ന്യൂസൊക്കെ ഇങ്ങനെ കയറിയിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്താൻ പിന്നിൽ നിന്നുള്ള എല്ലാ കളികളും വിദേശ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ദുബൈ കണക്ഷനും ഷാർജ കണക്ഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പരാതികൾ വിദേശത്ത് നിന്നും, പരാതികളും ആരോപണങ്ങളും വിദേശത്ത് നിന്നും ഒക്കെ വന്നതിന് പിന്നിൽ ഈ പറയുന്ന സരീൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്കോ പാലക്കാട്ടെ ജനങ്ങൾക്കോ യാതൊരു തർക്കവും ഇല്ല. സരീന് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിവിൽ സർവീസ് ഉപേക്ഷിച്ച് സരീൻ കോൺഗ്രസിൽ വന്ന് ചേർന്നത് തന്നെ സരീന് ഒരു തെരഞ്ഞെടുപ്പും ഒരു സീറ്റും ഒരു കസേരയും ഒരു അധികാരവും ഒരു സ്ഥാനമോഹവും ഒക്കെ കൊണ്ടാണ്. അന്ന് കോൺഗ്രസിൽ വന്ന് ചേരുമ്പോൾ സരീന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തിയെടുക്കണമെന്നുള്ളത്. ആ സീറ്റ് തരപ്പെടുത്തിയെടുക്കണമെന്നുള്ളത് മാത്രമായിരുന്നു സരീന്റെ ലക്ഷ്യം. സരീൻ അത് സാധിച്ചു. ഒറ്റപ്പാലത്ത് സരീന് മത്സരിക്കാൻ ടിക്കറ്റ് നൽകി. സരീൻ പൊട്ടി, 8 നിലയിൽ പൊട്ടി. UDFന്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിച്ച സരീൻ തോറ്റു തുന്നം പാറി. അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. സരീൻ കണക്ക് കൂട്ടിയതാ. സരീൻ കണക്ക് കൂട്ടി, അങ്ങനെ കണക്ക് കൂട്ടി സരീൻ സ്ഥാനാർത്ഥിയാകുമെന്ന് വരെ വിശ്വസിച്ചു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ സരീന് സീറ്റില്ല എന്ന് കണ്ട സരീൻ ഒരൊറ്റ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് മറുകണ്ഠം ചാടി അവിടെ സ്ഥാനാർത്ഥിയായി. ആ സ്ഥാനാർത്ഥി ആയിട്ട് എന്തുണ്ടായി? സരീൻ കരുതി താൻ മറുകണ്ഠം ചാടി വലിയ ചർച്ചയായി, രാഹുൽ പാലക്കാട്ടേക്ക് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആളാണ്, പാലക്കാട്ടുള്ള ആളുകൾ വേണം എന്നൊക്കെ രീതിയിലുള്ള വലിയ ചർച്ചകളൊക്കെ ഉണ്ടാക്കിയിട്ടും സരീൻ വീണ്ടും പൊട്ടി, 8 നിലയിൽ പൊട്ടി. സരീൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സരീനും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 28,000-ലധികം വരുന്ന ഭൂരിപക്ഷമാ. അപ്പൊ സരീൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി എന്താ മുന്നിലുള്ള വഴി? മുന്നിലുള്ള വഴി തന്നെ തോൽപ്പിച്ച്, സരീന്റെ ഉള്ളിൽ ഒരുപാട് പകയുണ്ട്, വലിയ വൈരാഗ്യമുണ്ട്. കാരണം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഒരു കല്യാണത്തിന്റെ വേദിയിൽ വെച്ചിട്ട് ആ കല്യാണത്തിന്റെ വേദിയിൽ ചെന്നിട്ട് സരീൻ പിറകിൽ നിന്ന് ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വിളിച്ച് കൈ കൊടുക്കാൻ ശ്രമിച്ചിട്ട് രാഹുലും ഷാഫിയും കണ്ടഭാവം നടിക്കാതെ ആ പൊളിറ്റിക്കൽ വേസ്റ്റിനെ പുറന്തള്ളിക്കൊണ്ട് നടന്നു പോയതാണ്. അന്ന് സരീൻ നാണം കെട്ടതാണ്. അപ്പൊ സരീന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിൽ വലിയ ആഗ്രഹം സരീന് രാഹുലിനെ വീഴ്ത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം പത്തനംതിട്ടയിൽ നിന്ന് വന്ന് പാലക്കാടിന്റെ മണ്ണില് തന്നെ 28,000 വോട്ടുകൾക്കാണ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. ഞാൻ നിങ്ങളോട് മുമ്പ് പങ്കുവെച്ച് മറ്റൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ സരീൻ പറയുന്നുണ്ട്, അത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എണ്ണുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് സരീൻ പറയുന്നുണ്ട്,
സരിൻ വലിയ കണക്കുകളൊക്കെ നിരത്തിയിട്ട് ഞങ്ങൾ 60,000-ന്റെയും 62,000-ന്റെയും ഇടയിൽ വോട്ട് പിടിക്കും, അങ്ങനെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളും, കോൺഗ്രസിന്റെ പാലക്കാട്ടെ അടിത്തറ നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിയ സരിന് വോട്ടെണ്ണി തുടങ്ങി ആദ്യ റൗണ്ട് മുതൽ ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 28,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സരിനും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ. 2ാം സ്ഥാനത്തെത്തിയ BJPയുടെ സ്ഥാനാർത്ഥിയുമായി രാഹുൽ മാങ്കൂട്ടത്തിലുള്ള അന്തരം എന്ന് പറയുന്നത് 18,000-ലധികം വരുന്ന വോട്ടിന്റെ അന്തരമാണ്. അങ്ങനെ ഒരു വലിയ വിജയത്തിലേക്ക് നടന്നു കയറിയ രാഹുൽ മാങ്കൂട്ടം അത് കഴിഞ്ഞ് സരിൻ വലിയ ഹോംവർക്കിലായിരുന്നു. നമ്മളെല്ലാവരും കരുതി തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാറിയിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ വെള്ളത്തിൽ വളിയിട്ടതുപോലെ വെറും കുമിളകളായി പൊന്തിയപ്പോ എല്ലാം കൊണ്ടും തിരിച്ചടി കിട്ടിയ സരിൻ നാണം കെട്ട് മൂലക്കിരുന്നതാണ് എന്ന്. അല്ലായിരുന്നു, സരിൻ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുലിനെ വീഴ്ത്താൻ, ഷാഫിയെ വീഴ്ത്താൻ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് വന്നു കഴിഞ്ഞാലും അത് ഷാഫിയിലേക്ക് എത്തിക്കാൻ ഒരു വിഭാഗം സഖാക്കൾ വേണ്ടുവോളം പണിയെടുക്കുന്നത് എന്നുള്ളതാ. അപ്പോ സരിൻ വലിയ ഹോംവർക്കിലായിരുന്നു. ഈ ഹോംവർക്ക് സരിനുണ്ടായ പഴയ കണക്ഷനുകൾ, ദുബൈ ഷാർജ കണക്ഷനുകൾ, അവിടെ നിന്നൊക്കെ കുറെ ആരോപണങ്ങളും ചില ശബ്ദങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് വീഴ്ത്താൻ ഇങ്ങനെ നിരന്തരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ 3ാമത് വന്ന പരാതി, വിദേശത്ത് നിന്ന് വന്ന പരാതി, ഈ പരാതിക്ക് പിന്നിലും സരിൻ തന്നെയാണ്. നമ്മളത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒക്കെ എല്ലാ കളികൾക്കും വ്യക്തമായ സരിന്റെ പങ്കുണ്ട് എന്നുള്ളതാ. കാരണം ഒരു ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. ആര്? രാഹുൽ മാങ്കൂട്ടം. സരിൻ പൊട്ടി, 8 നിലയിൽ പൊട്ടി. ആ പൊട്ടിയതിൻ്റെ വൈരാഗ്യമാണ് സരിനുണ്ടായിരുന്നത്. കാരണം സരിന് പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സരിന് 2 കാര്യങ്ങളാണ് സരിന്റെ മുന്നിൽ അത്രമാത്രം സരിനെ വേവലാതിപ്പെടുത്തുന്നത്. ഒന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെന്ന് കരുതി മറുകണ്ഠം ചാടാതിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ നിന്നിരുന്നെങ്കിൽ, ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിന് എവിടെയെങ്കിലും മത്സരിച്ച് വിജയിക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന് സ്ഥാനാർത്ഥിയാവുകയും സരിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുകയും ചെയ്തപ്പോൾ സരിൻ മറുകണ്ഠം ചാടി തോറ്റു എന്ന് മാത്രമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് സരിന് നല്ല ബോധ്യമുണ്ട്. അത് UDFന് അനുകൂലമായ ഒരു തരംഗമാണുള്ളത്. ആ UDFന് അനുകൂലമായ തരംഗത്തിൽ ഈ മറുകണ്ഠം ചാടിയ സരിൻ എവിടെ മത്സരിച്ചാലും തോൽക്കുമെന്നുള്ളതും സരിന് ഉറപ്പാണ്. അപ്പൊ സരിന് കക്ഷത്തുണ്ടായിരുന്ന ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സ്ഥാനം, ഒരു കസേര, അത് സരിൻ നഷ്ടപ്പെടുത്തി എന്നുള്ള വേദന സരിനുണ്ട്. അപ്പൊ സരിന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? രാഷ്ട്രീയപരമായിട്ട് സരിന് എന്തുകൊണ്ടും കോൺഗ്രസിനെയോ UDFനെയോ രാഹുലിനെയോ ഷാഫിയെയോ തൊടാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ആ പഴയ ശങ്കരാടി പറഞ്ഞ ആയുധം പുറത്തെടുക്കണം. ശങ്കരാടി അന്ന് പറഞ്ഞു കൊടുത്ത അതേ ഐഡിയോളജി അത് പുറത്തെടുക്കണം. അതേ വഴിയുള്ളൂ. അത് ചെയ്തിട്ടെങ്കിലും പയറ്റി തെളിയാമെന്ന് സരിൻ കരുതിയിരിക്കുകയാ. പക്ഷേ അതിലും കാര്യമില്ലെന്ന് സരിന് ഇപ്പൊ നല്ല ബോധ്യമുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ? പിന്നെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് തൻ്റെ എതിരാളികളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും, ഇവർ 2 പേരും മത്സരിക്കാതിരിക്കണം. ഷാഫി എന്താണെങ്കിലും വടകരയിലെ MP എന്നുള്ള രീതിയിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. രാഹുൽ ആണെങ്കിലോ മത്സരിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും വിജയിക്കുമെന്നുള്ളതും സരിന് ഉറപ്പാണ്. അപ്പോൾ മത്സരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഓപ്ഷനാണ് ഇവർ ചൂസ് ചെയ്തതും, ആ ഓപ്ഷനാണ് AKG സെന്ററിൽ നിന്ന് തിരക്കഥയുണ്ടാക്കിയതും, ആ ഓപ്ഷന് വേണ്ടിയാണ് പ്രവർത്തിച്ചതും, ആ ഓപ്ഷൻ തന്നെയാണ് രാഹുലിന്റെ അറസ്റ്റിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചതും. മനസ്സിലായില്ലേ? അപ്പോ ആ അറസ്റ്റിലൂടെ രാഹുലിനെ അകത്തിട്ട് രാഹുലിനെ ഇത്തരത്തിൽ
വേട്ടയാടി അയാളെ മത്സര രംഗത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഈ പറയുന്ന സരിൻ എന്ന് പറയുന്ന പരനാറിയാണ്. ഒരു തർക്കവുമില്ല. ആ പരനാറിയുടെ അധികാര സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പറയുന്ന ആർത്തിയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിനുവേണ്ടി സരിന്റെ ദുബൈ കണക്ഷൻ, ഷാർജ കണക്ഷൻ, വൈഫ് വഴിയുള്ള കണക്ഷൻ ഒക്കെ സരിൻ ഉപയോഗിച്ചു എന്നുള്ളത് പരമാർത്ഥമാണ്. സരിൻ വെറും അധികാരമോഹിയാണ്. ഈ അധികാരത്തോടുള്ള ആർത്തിയാണ് സരിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. സരിൻ എല്ലാവരെയും വിലക്കെടുത്ത് വാങ്ങുകയായിരുന്നു. അപ്പോ സരിന് ഒരു അനുകൂല ഘടകം, സരിനൊരു അനുകൂല അവസ്ഥ ഉണ്ടായിരുന്നത് സരിന് ഈ കാര്യങ്ങളിൽ വ്യക്തി താല്പര്യങ്ങളായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക തോൽവി മറുഭാഗത്ത് നിൽക്കുമ്പോൾ 10 വർഷം ഭരിച്ചിട്ടും ജനങ്ങളോട് പറയാൻ കയ്യിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സരിൻ ഈ പൊട്ടന്മാരോട്, രാജാവിനോട്, ഈ അന്തംഗമ്യ അടിമകളോട് സരിൻ പറഞ്ഞു കൊടുത്തു, നമുക്ക് ഇങ്ങനെ ഒരു ആയുധമുണ്ട്, അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത്. അങ്ങനെയാണ് സരിന്റെ ഈ സ്വാർത്ഥ താല്പര്യത്തിന് CPM ഏറ്റുപിടിച്ച് നിന്നു കൊടുത്തത്. സരിന്റെ ഈ സ്വാർത്ഥ താല്പര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം വേട്ട എന്നുള്ള രീതിയിലേക്ക്, അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക്, അങ്ങനെ ഒരു ആയുധത്തിലേക്ക് CPM കൊണ്ടുചെന്നെത്തിച്ചത്. അപ്പോ സരിനെ ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? സരിനെ പ്രേരിപ്പിച്ച ഘടകം ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, മറുകണ്ഠം ഇല്ലായിരുന്നുവെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി എവിടെയെങ്കിലും മത്സരിച്ച് കയറാൻ കഴിയുമായിരുന്നു. ഇതിപ്പോൾ മറുകണ്ഠം ചാടിയത് കൊണ്ട് പാലക്കാട് വിജയിച്ചതുമില്ല. ഇനിയിപ്പോൾ 2026 UDF തരംഗമാണ്. ആ UDF തരംഗത്തിൽ വിജയിച്ച് കയറാനും ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും തിരിച്ചടികൾ മാത്രം നേരിടുകയാണ്. അതിനപ്പുറം ഷാഫിയോടും രാഹുൽ മാങ്കൂട്ടത്തിനോടുമുള്ള വ്യക്തിവൈരാഗ്യമാണ് സരിനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യപ്പദാസ് വിളിച്ചു പറയുമ്പോൾ സരിൻ്റെ ഈ അധികാരമോഹം അല്ലെങ്കിൽ ആർത്തി, അധികാരത്തോടുള്ള ആർത്തി, അത് തന്നെയാണ് രാഹുലിനെ വേട്ടയാടാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം. പക്ഷേ സരിനെ സംബന്ധിച്ചിടത്തോളം ആ ആയുധവും തിരിച്ചടിയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തളർത്താൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്താനുള്ള വഴിമരുന്നുകൾ സരിനും സഖാക്കളും ഇട്ടുകൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.